مرادي يا مرادي يا مرادي مرادي شاء قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله سلطاني ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. ബദറിൽ വെച്ച് നിങ്ങളെ അള്ളാഹു സഹായിച്ചു. അന്തും അതില്ല, നിങ്ങൾ ബലഹീനരായിരുന്നു. ആ സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിച്ചു. പലതുകൊണ്ടും ബലഹീനരായിരുന്നു. ആളുകൾ കുറവ്, ആയുധബലം കുറവ്. ആ സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിച്ചു. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ശൈഖുന മഹാനവർകൾ അവിടുത്തെ പ്രബോധനവുമായി രംഗത്ത് വന്ന സമയത്തുള്ള അവസ്ഥ. മദ്രസകളില്ല, മഹല്ല് സംവിധാനങ്ങളില്ല, പ്രാസംഗികരില്ല, എഴുത്തുകാർ കുറവ്. ഇതെല്ലാം നന്നായുള്ള ഒരു വിഭാഗത്തെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് ചെയ്യണം, അത് അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവർ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മാനവർകളെ എതിർത്തു. പക്ഷേ മാനവർകൾ ഈ ബലഹീനതകളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് മറുപടി പറഞ്ഞു. അങ്ങനെ ജനമനസ്സുകളിൽ ആ സത്യം ബോധ്യപ്പെട്ടു. പരിശുദ്ധമായ ബദർ യുദ്ധത്തോടെ സത്യവും അസത്യവും വേർതിരിഞ്ഞു എന്ന് നാം പറയുകയുണ്ടായി. ബുദ്ധിയുള്ളവരുടെ മനസ്സുകളിൽ സത്യം ഏതാണെന്ന് ഉറച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് തുടർന്നുള്ള യുദ്ധങ്ങളും വിജയങ്ങളും. അവസാനം മക്ക വിജയം, മക്കയിലുള്ള മുഴുവൻ ആളുകളും പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ തുടർന്ന് ഇസ്ലാം ഒരുപാട് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതിൻ്റെയൊക്കെ അസ്ഥിവാരമിട്ടത് ബദർ യുദ്ധത്തിലൂടെയായി. അതാണ് സത്യവും അസത്യവും വേർതിരിച്ച ദിവസം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ശൈഖുന മഹാനവർകൾ ബദർ ദിനത്തിൽ ജനിച്ച് മഹാനവർകൾ ചെയ്തത് ഇത് തന്നെയാണ്. ബുദ്ധിയുള്ളവരുടെയൊക്കെ മനസ്സുകളിൽ പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് അനിവാര്യമാണ്. അതില്ലാതിരുന്നാൽ മരണസമയത്ത് അത് ഓർമ്മ വരാൻ പ്രയാസമായിരിക്കും. അള്ളാഹുവിനെയും തിരുദൂതരെയും ഓർക്കുന്നതായ പരിശുദ്ധമായ ദിക്ർ, അതിൽ ബൈഅത്ത് ചെയ്യണം. അത് നിരന്തരം മനസ്സിൽ നിലനിർത്തണം. ഇതിൻ്റെയൊക്കെ ആവശ്യകത, അനിവാര്യത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകൾ ആ ദൗത്യം അപ്പടി പിന്തുടർന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവർകൾ നിർവഹിച്ച ദൗത്യം, ആ പ്രബോധനം, ജനമനസ്സുകളിൽ തൗഹീദ് കുടിയിരുത്തൽ, ഈ പരിപാടികളെല്ലാം ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുന മഹാനവർകൾ നിർവഹിച്ച പോലെ ബഹുമാനപ്പെട്ട നായിബ് അവറുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് സത്യം ബോധ്യപ്പെട്ടു. ജനങ്ങൾ ധാരാളമായി ജനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ജീലാനി ശരീഫിലേക്ക്.
മഹാനവറുകളുമായി പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യണമെന്ന ആവശ്യത്തോടെ ലക്ഷ്യത്തോടെ കടന്നു വരിക. ബദറിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ബദറിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി. പടച്ചവനെ, ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, ഇവർ കാലിൽ ചെരുപ്പണിയാൻ പോലും കഴിവില്ലാത്തവർ, അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം നൽകണം. ജിയാഉൻ ഫഅശ്ബിഉഹും, ഇവർ വിശന്നവരാണ്, അവർക്ക് വിശപ്പടക്കാൻ ഭക്ഷണം നൽകണം. ഉറാത്തുൻ ഫക്സുഹും, അവർ വേണ്ട രീതിയിൽ വസ്ത്രങ്ങളില്ലാത്തവരാണ്, വസ്ത്രം നൽകണം. ആലത്തുൻ ഫഅഗ്നിഹിം, ഇവർ ദരിദ്രരാണ്, അവരെ സമ്പന്നരാക്കണം എന്ന് ദുആ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ ദയനീയതയോർത്ത് ദുആ ചെയ്തു. ദുആ അപ്പടി അള്ളാഹു സ്വീകരിച്ചു. ബദർ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ധാരാളം ഗനീമത്ത് സ്വത്ത് ലഭിക്കുകയുണ്ടായി. ഒരാൾക്ക് ഒരൊട്ടകം, ചിലർക്ക് 2 ഒട്ടകം വരെ തിരിച്ചു പോരുമ്പോൾ അവരുടെ കയ്യിലുണ്ടായി. നടക്കേണ്ടതായ ആവശ്യം വന്നില്ല. ധാരാളം ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ലഭിച്ചു, ധാരാളം വസ്ത്രങ്ങൾ ലഭിച്ചു. ഒരുപാട് പേരെ ബന്ധിതരാക്കിയതിന് കാരണത്താൽ അവരുടെ മോചനദ്രവ്യമായി ഒരുപാട് തുക ലഭിച്ചു. എല്ലാവരും ധനികരായി. പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പടി അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ശൈഖുനാ മഹാനവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ എൻ്റെ അനുയായികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന എന്തായിരുന്നാലും സ്വീകരിക്കും. അതുപോലെ ബദർ ബദറിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ ശത്രുക്കൾ വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് അവർ തമ്പടിച്ചത്. സഹാബാക്കൾ വെള്ളം കിട്ടാൻ കുറേ ദൂരം നടക്കണം. അങ്ങനെ ഒരു സ്ഥലത്താണ് സഹാബാക്കൾ തമ്പടിച്ചത്. അതിലവർ നന്നേ പ്രയാസപ്പെട്ടു. അവർക്ക് ഇഷ്ടം പോലെ വെള്ളം, നാം വെള്ളമില്ലാത്ത സ്ഥലത്താണ് നാം തമ്പടിച്ചിരിക്കുന്നത്. ദാഹിച്ച് വലഞ്ഞു. അതിനൊക്കെ പുറമെ രാത്രി അവർക്ക് സ്വപ്നസ്ഖലനമുണ്ടായി, കുളി നിർബന്ധമായി. വെള്ളമില്ലാത്തത് കൊണ്ട് അവർ നന്നേ പ്രയാസപ്പെട്ടു. ഇസ്തദീ അസമത്തു തൻഫരിജി, പ്രതിസന്ധി നീ രൂക്ഷമാവൂ, അപ്പോൾ താമസിയാതെ നീ അയഞ്ഞു കിട്ടും. പ്രതിസന്ധി രൂക്ഷമാകുന്നത് പ്രതിസന്ധി അയഞ്ഞ് തീരാനുള്ള അടയാളം. മഹാന്മാരായ സ്വഹാബാക്കളുടെ പ്രതിസന്ധി രൂക്ഷമായി. അങ്ങനെയാണ് നല്ല ഒരു മഴ വർഷിക്കുകയും സഹാബാക്കൾക്ക് ശുദ്ധമായ ജലം ലഭിക്കുകയും അതവർ ഹൗള് കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി അവരുടെ ദാഹശമനത്തിന് വെള്ളമായി, കുളിച്ച് വൃത്തിയായി, മനസ്സ് വേണ്ടുവോളം സമാധാനപൂർണ്ണമാണ്. അവരുടെ വെള്ളം മഴ കാരണം ചീത്തയായി. അവർക്ക് സഹാബാക്കളുടെ വെള്ളം കിട്ടേണ്ടതായ അവസ്ഥ വന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ അതൊക്കെ പോസിറ്റീവ് എനർജി ആയിട്ടെടുക്കുകയായിരുന്നു മഹാനായ ഖുതുബുസ്സമാൻ ശൈഖുനാ മഹാനവർ. ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ചെയ്ത പോലെ. ഇതാണ് സഹോദരങ്ങളെ ബദർ ദിനവും പരിശുദ്ധരായ ഖുതുബുസ്സമാൻ ശൈഖുനാ മഹാനവറുകളുടെ ജന്മദിനവും ഒരുമിച്ച് വന്ന ഈ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നാം മഹാഭാഗ്യവാന്മാരാണ്. മഹാനവറുകളുടെ
ഈ പരിശുദ്ധമായ ജന്മദിനം, ഈ പരിശുദ്ധമായ ബദർ ദിനം, രണ്ട് പുണ്യങ്ങളും ഒരുമിച്ച് വന്ന ഈ പവിത്രമായ ദിവസം, മഗ്ഫിറത്തിൻ്റെ പത്തിലെ ഈ പവിത്രമായ ദിവസം നാം നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പാവങ്ങളെല്ലാം പുറത്തു തരാൻ. ദുർവാശി കാരണം പല വേണ്ടാത്തരങ്ങളും ചെയ്തു പോയി. ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ. ദുർവാശി കൊണ്ടോ സംഘടനയ്ക്ക് വേണ്ടി വാശി പിടിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഹക്കായ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാണിച്ചു തന്ന ദീനാണ്. അതിൽ പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യുക എന്നത് വളരെ പ്രാധാന്യത്തോടെ അവരെല്ലാം അനുവർത്തിച്ച് വന്ന സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വളരെ കർശനമായി പറഞ്ഞ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശൃംഖല ചെന്നെത്തുന്ന ഒരു ശൈഖിൽ നിന്ന് കലിമത്തു തൗഹീദിൽ ബൈഅത്ത് വേണം, അതില്ലെങ്കിൽ മരണസമയത്ത് അത് ഓർമ്മ വരാൻ പ്രയാസമാണ്, ഇനി എന്തിനു വാശി പിടിക്കണം. ബദറിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഈ പാഠം ഉൾക്കൊണ്ട് അതപ്പടി പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുനാ മഹാനവർകൾ. അതപ്പടി പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകൾ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ സമീപിക്കുക സഹോദരങ്ങൾ. പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യാൻ അതിന് വേണ്ട ഒരുക്കങ്ങൾ, അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. മനസ്സ് അതിന് പാകമാക്കി തരും. വേണ്ടതെല്ലാം ബഹുമാനപ്പെട്ടവർ ചെയ്തു തരും. ബദറിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% അംഗീകരിക്കുക എന്നതാണ്. അവിടുന്ന് എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറാവുക. അതാണ് ബദറിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബികളിൽ നിന്നും ഉറപ്പ് വാങ്ങിയത്. ഓരോരുത്തരും പറഞ്ഞു അവരുടേതായ ഭാഷയിൽ. ബർക്കു ഇമാദ് വരെ പോകാൻ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ ഈ കടൽ കടക്കാനാണ് അങ്ങ് ഞങ്ങളോട് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ഈ കടലിലേക്ക് ഇറങ്ങും. അദ്ഹബ് അൻത റബ്ബുക വഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ. നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങളിവിടെ ഇരിക്കാം എന്ന ബനൂ ഇസ്രായേൽ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധം ചെയ്യുക, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഞങ്ങളും യുദ്ധം ചെയ്യും എന്നേ ഞങ്ങൾ പറയൂ. ഓരോരുത്തരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത് പ്രശ്നമല്ല, ഞങ്ങളുടെ വീട് പ്രശ്നമല്ല, ഞങ്ങളുടെ കുടുംബം പ്രശ്നമല്ല, അങ്ങാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പല ഭാഷകളിലായി പല വാക്കുകളിലൂടെ സഹാബികൾ ഓരോരുത്തരും ആ കാര്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പ് നൽകി. അതോടെയാണ് മഹാന്മാരായ മലക്കുകൾ ആ യുദ്ധത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സഹാബാക്കൾ കണ്ടു. പലപ്പോഴും ഒരു ശത്രുവിൻ്റെ പിന്നിൽ നിന്ന് ശത്രുവിനെ വെട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും ശത്രുവിൻ്റെ തല ഉടലിൽ നിന്ന് തെറിച്ചു പോകുന്നത് കാണുമായി. ഒരു സ്വഹാബി ശത്രുപക്ഷത്തുള്ള ഒരാളുടെ പിന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അഖ്ദിം ഹൈസൂം, ഹൈസൂം വേഗം മുമ്പോട്ട് ചെല്ലൂ എന്ന ഒരു ശബ്ദം കേട്ടു. അത് കേൾക്കുകയും ആ ശത്രു അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അതൊരു മലക്ക് മറ്റൊരു മലക്കിനെ വിളിക്കുകയായി. ഒളിരിബൂ ഫൗഖൽ അയനാഖി ഒളിരിബൂ മിൻഹും കുല്ല ബനാൻ. മലക്കുകളുടെ അടിയേറ്റ് മരിച്ചവർ അവരെ വേറെ അറിയാമായി. അവരുടെ പിരടികളിലും വിരൽ തുഞ്ചങ്ങളിലും
തീയിൻ്റെ പാടോടുകൂടിയുള്ള വ്രണങ്ങളായി. അങ്ങനെയാണ് ഇവർ മലക്കുകളുടെ അടിയേറ്റാണ് മരണപ്പെട്ടതെന്ന് സഹാബാക്കൾ മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, നേർക്കുനേർ മലക്കുകൾ പ്രത്യക്ഷപ്പെട്ട ദിവസം, ശത്രുപക്ഷത്തെ മരണത്തിലേക്ക് തള്ളിവിടാൻ പിശാച് അവരുടെ മുമ്പിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട് അവരെ സഹായിക്കാൻ ഒരുങ്ങിയതും, അവർ പിശാചിനെയും അവൻ്റെ അനുയായികളെയും നേരിട്ട് കണ്ടതുമൊക്കെ ചരിത്രം പറയുന്നു. അവരും സമാധാനിച്ചു, അവരെ സഹായിക്കാൻ ആളുകളെത്തിയിരിക്കുന്നു എന്ന രീതി. അവൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിൽ വീണാൽ അതാണ് അവനെ സന്തോഷിപ്പിക്കുന്ന ഘടകം. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഈ വലിയ സഹായമുണ്ടായത്, കൊടുംക്രൂരരായ സർവായുധ സജ്ജരായ ആ ശത്രുപക്ഷത്തെ അവർ പരാജയപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അനുസരിക്കാൻ അവർ തയ്യാറായതാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുനാ മഹാനവറുകളെ പൂർണ്ണമായും അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ പരിശുദ്ധമായ തൗഹീദിൻ്റെ പ്രയാണത്തിൽ വിജയം നേടാനാവുക. അല്ലാത്തവർ പരാജയപ്പെടും. അവർ പലരും പലതും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുനാ മഹാനവറുകളോട് പല കാര്യത്തിലും വിയോജിച്ച്, പല കാര്യങ്ങളിലും മഹാനവറുകളോട് വിയോജിച്ച് നടക്കുന്നവരും, മഹാനവറുകളുടെ ഖലീഫമാരാണെന്ന് പറഞ്ഞ് മഹാനവറുകളോട് വിയോജിച്ച് നടക്കുന്നവരും ഒരു കാര്യവും ഇല്ല. മഹാനവറുകളുടെ സഹായമുണ്ടാവുകയില്ല. ഈ പറഞ്ഞ സഹായങ്ങളൊന്നും അവർക്ക് ലഭ്യമാവുകയില്ല. മഹാനവറുകൾ കണിശമായി പറഞ്ഞതാണ്, മഹാനവറുകളുടെ ജീവിതത്തിൽ ഉടനീളം മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്. മഹാനവറുകൾ എങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തിയുമായുള്ള മഹാനവറുകളുടെ സമീപനം എന്നത്. ബഹുമാനപ്പെട്ട നായിബ് അവറുകളെ അംഗീകരിക്കാതെ ഈ പരിശുദ്ധമായ പ്രസ്ഥാനവുമായി മുമ്പോട്ട് പോകാമെന്നും അതിലെന്തെങ്കിലും ഈമാനികമായി നേടാമെന്നും വ്യാമോഹിക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. ഒരു ചുക്കും നടക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അനുസരിച്ചതാണ് ബദ്രിൽ വിജയം കണ്ടത്. അതിന് കാരണം അതായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബദ്ർ ദിനം ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ സവിധത്തിലേക്ക് എത്തുക, പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ആരംഭിക്കുക. അത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന് നിദാനമാണ്, അതിൻ്റെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും മുമ്പോട്ട് വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.